approximation methods for stationary states എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. അതിൽ നമ്മുടെ ഫസ്റ്റ് സബ് യൂണിറ്റ് എന്ന് പറയുന്നത് നോൺ degenerate perturbation theory. Okay, so this is the name of our unit, approximation methods, okay, for stationary states, and we have a couple of approximation. The approximation method ലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന പെർട്ടർബേഷൻ തിയറി. വേറൊരു മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വാരിയേഷൻ പ്രിൻസിപ്പിൾ. വേറൊരു മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന WKB അപ്രോക്സിമേഷൻ. ഇത് മൂന്നും കൂടെ അടങ്ങുന്നതാണ് ഈ യൂണിറ്റ്. ഓക്കെ, so first one is the non-degenerate perturbation theory. So let us first look what is perturbation theory in general. നമുക്കറിയാം നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് we must have some single particle of mass m which is having an energy, kinetic energy some p square by 2m plus under some potential energy v of x. Suppose this is considering in an x direction, I mean in one dimension. So we must have some Hamiltonian, അതായത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഹാമിൽട്ടോണിയൻ ഉണ്ടാവും. So if you know the Hamiltonian, you can write the time independent Schrodinger equation with this, that is h psi is equal to E psi. You can solve this equation if it is exactly solvable. If it is so that word is very important. If it is exactly solvable. ഇത് എക്സാക്ട്ലി സോൾവബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ ഫങ്ഷൻസ് ലൈക്ക് ഇ എൻസും സൈ എൻസും കിട്ടും. ഓക്കെ, പിന്നീട് ഈ സൈ എന്നുകളെ നമുക്ക് ഓർത്തോനോർമൽ ബേസിസ് ഉണ്ടാക്കാം. അതെന്ന് വെച്ചാൽ അതിൻ്റെ ടൈം എവല്യൂഷൻ പറയാം. ഏത് ജനറൽ സ്റ്റേറ്റിനെ വേണമെങ്കിലും നമുക്ക് യു ക്യാൻ റൈറ്റ് ദ കെറ്റ് സൈ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൻ സി എൻ സൈ എൻ എന്ന് എഴുതാം. വി ക്യാൻ റൈറ്റ് ഇറ്റ്സ് ടൈം എവല്യൂഷൻ ബൈ the corresponding multiplication by the phase factor, that is e raised to minus I ENT by h cross. Okay, ഇതാണ് നമ്മുടെ ജനറൽ പ്രൊസീജിയർ ഓഫ് സോൾവിങ് എ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം, റൈറ്റ്? സോ യു ഹാവ് എ പാർട്ടിക്കിൾ വിച്ച് ഇസ് ഹാവിങ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് എവറിത്തിങ്. അപ്പോൾ അങ്ങനെയുള്ള എക്സാക്ട്ലി സോൾവബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, അല്ലേ? സോ വി ക്യാൻ ജസ്റ്റ് ലിസ്റ്റ് ദിസ് ദോസ് എക്സാക്ട്ലി solvable systems. Okay, so one is of course a particle in a potential well, right? An infinite potential well. അത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. Particle in a harmonic oscillator potential that we did. Okay, then we discussed the particle hydrogen atom problem. Okay, hydrogen atom problem ഇത് പറയുന്ന പോലെ പാർട്ടിക്കിൾ ഇൻ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ ഹാർമോണിക് ഓസിലേറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് ശരിക്കും ദ ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം അണ്ടർ ദ കൂളിംഗ് പൊട്ടൻഷ്യൽ പ്രൊവൈഡഡ് ബൈ ദി പ്രോട്ടോൺ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, സോ ഇവരുടെയൊക്കെ എനർജി ഐഗൺ വാല്യൂവും ഐഗൺ ഫംഗ്ഷനും നമുക്കറിയാം, അല്ലേ? ഉദാഹരണത്തിന് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ വെല്ലാണെങ്കിൽ എനർജികൾ എന്ന് പറയുന്നത് ഇ എൻ എന്ന് പറയുന്നത് എൻ സ്ക്വയർ പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m L square if L is the width, and the wave functions are given by some square root of 2 by a sin n pi x by a, അല്ലേ? ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ നമുക്കറിയാം എനർജി ഇ എൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, n പ്ലസ് ഹാഫ് എച്ച് ക്രോസ് ഒമേഗയാണ്. സൈ എന്നുകളെ നമുക്ക് എങ്ങനെ എഴുതാം? കെറ്റ് വെക്റ്റർ എൻ എന്ന് എഴുതാം, 0 1 2 3 റെപ്രസെൻറ്റ് ചെയ്യാം. ഓർ യു ക്യാൻ ആൾസോ റൈറ്റ് ആസ് ഹെർമൈറ്റ് പോളിനോമിയൽസ് or anything. And in hydrogen atom also you can write the energies as minus 13.6 eV by n square, and the state functions can be written as a
Laguerre functions are somewhat like that. Or we can write the ground state wave function as some R function and spherical harmonics will be there and everything. Okay. അപ്പോൾ അറ്റ്ലീസ്റ്റ് യു ജസ്റ്റ് ചെക്ക് ദി എനർജീസ്. നോക്കൂ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ വെല്ലിൽ എനർജി ഗോസ് ലൈക്ക് എൻ സ്ക്വയർ, ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി ഗോസ് ലൈക്ക് എൻ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ഗോസ് ലൈക്ക് 1/n സ്ക്വയർ ആൻഡ് സോ ആൻഡ് സോ ഫോർത്ത്. ഓക്കെ. അപ്പോൾ ഇത്തരം പ്രോബ്ലങ്ങളെയാണ് നമ്മൾ എക്സാക്ട്ലി സോൾവബിൾ സിസ്റ്റംസ് എന്ന് വിളിക്കുക. ഓക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ ഹാമിൽട്ടോണിയനും നമുക്ക് അറിയാം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ വെല്ലാണെങ്കിൽ നമുക്കറിയാം കൈനറ്റിക് എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി എല്ലാവർക്കും കൈനറ്റിക് എനർജി ഒരുപോലെ തന്നെ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് V of x which is equal to 0 between x is 0 and L and equal to infinity elsewhere എന്നുള്ളതാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ. ഹാർമോണിക് ഓസിലേറ്റർ പൊട്ടൻഷ്യൽ ആകുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? V of x is equal to half m omega square x square. ഓക്കെ. ഹൈഡ്രജൻ ആറ്റം ആകുന്ന സമയത്ത് പൊട്ടൻഷ്യൽ 3 ഡയമെൻഷണൽ പൊട്ടൻഷ്യലാണ് അല്ലേ? ദാറ്റ് ഇസ് V of r is equal to 1/4πε0 minus e square by r എന്ന് പറയുന്ന പൊട്ടൻഷ്യലാണ്. ഓക്കെ. സോ ദീസ് ആർ ഓൾ ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽസ് ആൻഡ് ദീസ് പൊട്ടൻഷ്യൽസ് ക്യാൻ ബി ദറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹാമിൽട്ടോണിയൻ ആൻഡ് ബി എക്സാക്ട്ലി സോൾവ്. അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്താണ് അവിടെയാണ് ഈ പെർട്ടർബേഷൻ തിയറി വരുന്നത്. പെർട്ടർബേഷൻ തിയറി പറയുന്നത് സപ്പോസ് ഈ ഹാമിൽട്ടോണിയൻ നിങ്ങൾക്ക് അറിയാം. ഓക്കെ. ഉദാഹരണത്തിന് ഹാർമോണിക് ഓസിലേറ്ററാണ്. ഓക്കെ. ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ അതിൻ്റെ ഹാമിൽട്ടോണിയൻ ഞാൻ എഴുതുകയാണെങ്കിൽ h is equal to px square by 2m plus half m omega square x square. ഓക്കെ. ഈ ഹാമിൽട്ടോണിയൻ്റെ കൂടെ ഐ എം ആഡിങ് സം ഫ്രാക്ഷൻ, എന്തെങ്കിലും ഒരു ചെറിയ ക്വാണ്ടിറ്റി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഓക്കെ. ഐ എം ആഡിങ് സംതിങ്. ഓക്കെ. ആൻഡ് അതിന് നമ്മൾ ഒരു എനർജി, ചെറിയ എനർജി, മേ ബി സം h0 പെർട്ടർബേഷൻ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം നമുക്ക് അറിയാവുന്നത് കൊണ്ട്, ഇതിൻ്റെ സൊല്യൂഷൻ അറിയാവുന്നത് കൊണ്ട് വി ക്യാൻ ഗസ് ദി സൊല്യൂഷൻ ഓഫ് ദി ടോട്ടൽ എന്നുള്ളതാണ്. ഓക്കെ. ഇതിൻ്റെ സൊല്യൂഷനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർട്ടർബേഷൻ തിയറി എന്ന് പറയാം. ഓക്കെ. സോ the names are not like this. We will discuss the names apart. Okay. സോ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെയുള്ളൊരു സാധനം ഉണ്ടാവും. ഇത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വാട്ട് എവർ ബി. ഇതിനെ നമ്മൾ വിളിക്കുക അൺപെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ എന്നാണ്. This quantity. So whatever be, it could be harmonic oscillator, hydrogen atom or whatever. So whatever be, this is what we call the unperturbed Hamiltonian. This is the unperturbed Hamiltonian. Okay. Then we are adding something into it. Maybe I am adding some alpha x term. Okay. So that will change the entire Hamiltonian. But in some suppose alpha is small. Okay. അപ്പം ഇതൊക്കെ എനർജികളാണ്. ഇത് എനർജികളാണ്. ഈ ടേം സ്വാഭാവികമായിട്ട് എനർജി ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന സാധനത്തിനാണ് നമ്മളിത് വിളിക്കുക പെർട്ടർബേഷൻ എന്ന് വിളിക്കുക. പെർട്ടർബേഷൻ. ഓക്കെ. So you have a resultant Hamiltonian, this plus this, okay, and that Hamiltonian is called the perturbed Hamiltonian. ഞാനൊരു ഉദാഹരണം വെച്ചിട്ടാണ് പറഞ്ഞത്. So it can be anything. Okay. So you have three things in the perturbation theory. That is unperturbed Hamiltonian and a perturbation, and then the perturbed Hamiltonian. Okay. ഇതിനൊക്കെ പേരുണ്ട്. ഇതിനൊക്കെ പേരെന്ന് പറയുന്നത് അൺപെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയനെ നമ്മൾ H0 എന്നാണ് എഴുതുക. H0. ഓക്കെ. പെർട്ടർബേഷനെ നമ്മൾ H പ്രൈം എന്നാണ് വിളിക്കുക. H പ്രൈം. ഓക്കെ. ആൻഡ് ദിസ് ടോട്ടൽ ഈസ് H. ഓക്കെ. അപ്പോൾ നമ്മുടെ പുതിയ നെയിമിങ്ങിൽ the unperturbed Hamiltonian is called H0. The perturbation is not H raised to 1 but H prime. Okay. And the total Hamiltonian is H. Okay. The condition എന്താണ്? H0 should be exactly solvable എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. H0 എന്ന് പറയുന്ന unperturbed Hamiltonian should be exactly solvable.
So this is the condition for us. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അപ്രോച്ച്, എങ്ങനെയാണ് നമ്മളിതിലേക്ക് പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ വി ലുക്ക് അറ്റ് ദി അൺപെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ. അതിനെ നമ്മൾ നോക്കും, അതിൻ്റെ പേര് H0 എന്നാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ദിസ് ഈസ് സോൾവബിൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ഉണ്ടാവും. എന്തൊക്കെയാണ് H0? നമ്മൾ ഐഗൻ വാല്യൂ En0 ആണ് അതിൻ്റെ എനർജി, Psi n0 ആണ് അതിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് വിചാരിക്കാം. So that it satisfies a Schrodinger equation of the form H0 acting on Psi n0 equal to En0 Psi n0 അല്ലേ. കെറ്റ് ലാംഗ്വേജിൽ എഴുതാം, വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. if you want you can put the ket bracket. Okay, so H0 acting on Psi n0 equal to En0 Psi n0. Okay, and of course this forms an orthonormal basis such that this Psi n0 Psi m0 will be orthonormal, so that is equal to delta nm. It forms an orthonormal basis. Okay. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇനി പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ പെർട്ടർബേഷൻ പലതരത്തിലാവും. ഉദാഹരണത്തിന് ടെക്സ്റ്റിൽ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഹാർമോണിക് ഓസിലേറ്റർ അല്ല, ഒരു പൊട്ടൻഷ്യൽ വെല്ലാണെന്ന് വയ്ക്കാം. പൊട്ടൻഷ്യൽ വെല്ല് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് പൊട്ടൻഷ്യൽ വെല്ല്. സോ I just change the potential by putting a slight bump in the bottom. ഓക്കെ, ഇവിടെ ഞാനൊരു ചെറിയ ഒരു സാധനം ആഡ് ചെയ്തു. ഓക്കെ, സോ ദാറ്റ് കുഡ് ബി എ ചേഞ്ച് ഇൻ ദ ഹാമിൽട്ടോണിയൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേര് H prime അല്ലേ. സോ I put a lambda in front of this. So this is my perturbed Hamiltonian. This is equal to H0 plus lambda H prime. ഓക്കെ, എന്തിനാണ് ലാംഡ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വി നീഡ് എ പാരാമീറ്റർ, എ ട്രാക്കിംഗ് പാരാമീറ്റർ എന്നാണ് ലാംഡയെ നമ്മൾ വിളിക്കുക. ഓക്കെ, so finally we will avoid this. Can anyone tell me what will be the dimension of lambda? ലാംഡയുടെ ഡയമെൻഷൻ എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? ലാംഡയുടെ ഡയമെൻഷൻ H എനർജിയാണ്, H0 എനർജിയാണ്, H പ്രൈം എനർജിയാണ്. സോ വാട്ട് മസ്റ്റ് ബി മൈ ലാംഡ? Exactly, it must have no dimensions at all, or a dimension. So that's just a number, it's a tracking parameter number. Okay, ശരി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ H equal to H0 lambda H prime. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അസൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെ നമുക്ക് H0യുടെ നമുക്ക് അറിയാമെങ്കിൽ ഇതും കൂടെ ചേർത്തിട്ടുള്ള പുതിയ റിസൾട്ടുകൾ എങ്ങനെയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, സോ വി കോൾ ദിസ് En ആൻഡ് Psi n ആർ ദി ഐഗൻ വാല്യൂസ് ഓഫ് H. H എന്ന് പറയുന്ന പുതിയ ഹാമിൽട്ടോണിയൻ, പെർട്ടർബ്ഡ് ഹാമിൽട്ടോണിൻ്റെ ഐഗൻ വാല്യൂ, ഐഗൻ ഫംഗ്ഷനായിട്ട് En ഉം Psi n ഉം നമ്മൾ എഴുതുകയാണ്. നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ വി ആർ റൈറ്റിംഗ് ഇറ്റ് ആസ് എ സീരീസ്. നമ്മൾ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് En എന്ന് പറയുന്നത് എന്തായിരിക്കണം? En എന്ന് പറയുന്നത് ഈ En0യുടെ കൂടെ ഓക്കെ ലാംഡ ടൈംസ് En ഫസ്റ്റ് ഓർഡർ കറക്ഷൻ പ്ലസ് ലാംഡ സ്ക്വയർ ടൈംസ് സെക്കൻഡ് ഓർഡർ കറക്ഷൻ പ്ലസ് എക്സെട്ര എന്ന് പറയും. ഓക്കെ, I will explain Psi n also. That is Psi n is similar way. That is Psi n equal to Psi n0 plus lambda Psi n1 plus lambda square Psi n2 plus etc. എങ്ങനെയാണ് ഇത് വായിക്കുക എന്ന് പറയാം. അതായത് ഇതാരുടെ പുതിയ എനർജിയാണ് അറിഞ്ഞൂടാ. ആ എനർജി എന്ന് പറഞ്ഞാൽ പഴയ എനർജി, സീറോയുടെ എനർജി En0
തന്നെ എടുത്തിട്ട് പ്ലസ് അതിൻ്റെ കൂടെ ലാംഡ ടൈംസ് En1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എനർജിയാണ്. ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എനർജി ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ലേ, പറയാം. പ്ലസ് ലാംഡ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് ഓർഡർ കറക്ഷൻ എനർജി plus lambda cube into third order correction energy. Okay. So our purpose, aim is to find this first order correction energy, second order correction energy, and so on and so on. Okay. അതേപോലെ wave function എന്ന് പറയുന്നത് psi n which is equal to psi n0 which is the unperturbed wave function plus lambda into psi n1 which is the first order correction of the nth wave function plus lambda square into psi n2 which is the second order correction to the nth wave function and so. Okay. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നോക്കൂ, സപ്പോസ് ലാംഡ ഈക്വൽ ടു 0, ലാംഡ 0 എന്ന് വെച്ചാൽ ആരാണ് ഇവിടെ, ദർ ഇസ് നോ പെർട്ടർബേഷൻ അറ്റ് ഓൾ. ദെൻ വാട്ട് ഹാപ്പൻസ്, En ഈക്വൽ ടു En0, ഈ എല്ലാ ടേമുകളും പോകും. Psi n equal to psi n0, that is true because H will be equal to H0 at that time. Then all the En0s and psi n0 which are already the wave functions of H0 will be now the wave functions of H also. Okay. അങ്ങനെ സെയിം ആവും. അതിനാണ് നമ്മൾ ഒരു ട്രാക്കിംഗ് പാരാമീറ്റർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാനുള്ളതാണ്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, നമ്മുടെ കയ്യിൽ ഓൾറെഡി H is equal to H0 plus lambda H prime എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, റൈറ്റ്. ആൻഡ് En-നും psi n-നും നമുക്ക് എക്സ്പ്രഷൻസ് ഉണ്ട്. ഓക്കെ. ആൻഡ് ഇഫ് ദിസ് ഈസ് ദ ന്യൂ ഇക്വേഷൻ, ദാറ്റ് ഈസ് En is equal to H-ൻ്റെ വേവ് ഫംഗ്ഷൻസ് En-നും psi n-നും ആണെങ്കിൽ ഞാനിപ്പോൾ അത് എഴുതാം. I can write the equation that H acting on psi n which is equal to En psi n. Okay, ഇത് എഴുതാം. അതിൽ we replace three things. First you replace H by H0 plus H prime. H0 plus H prime അല്ല, H0 plus lambda H prime എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. psi n-ന് പകരം നമുക്ക് എന്ത് എഴുതാം, psi n is equal to psi n0 plus lambda psi n1 plus lambda square psi n2 plus etc. En-ന് പകരം എന്ത് എഴുതാം, En-ന് പകരം En0 plus lambda En1 plus lambda square En2 plus etc. and this In are the same. Okay. So just go and rewrite. അപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്തത്, ഇത് നമ്മുടെ പുതിയ ഇക്വേഷനാണ്. ഇത് ആരുടെയാണ്, പെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ്റെ ഐഗൻ വാല്യൂ ഇക്വേഷനാണ്. ഈ psi n-നെയും En-നെയും ആണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ പെർട്ടർബേഷൻ തിയറി വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്തത്. ഓക്കെ. സോ ജസ്റ്റ് റീപ്ലേസ് ദിസ്. H-ന് പകരം H0 പ്ലസ് ലാംഡ H പ്രൈം കൊടുക്കുക. ഇവിടെ psi n-ന് പകരം യു ഹാവ് എ ബ്രാക്കറ്റ് ഹിയർ വിത്ത് ദിസ്. ദെൻ En-ന് പകരം ഇത്രയും, psi n-ന് പകരം ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ചെയ്യുന്നുണ്ടോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഞാനിവിടെ ചെയ്യാം. സംതിങ് ലൈക്ക് H-ന് പകരം H0 പ്ലസ്
lambda h prime into psi n ന് പകരം you have psi n0 plus lambda psi n1 plus lambda square psi n2 ഇത്ര എഴുതിയാൽ മതി. പ്ലസ് ഈക്വൽ ടു ഇക്ക് പകരം en0 plus lambda en1 plus lambda square en2 plus etc. into the same factor, that is psi n0 plus lambda psi n1 plus lambda square psi n2 plus etc. Okay. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം, കാരണം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇത് h0 ഇൻറ്റു ദിസ് h0 ഇൻറ്റു ദിസ് h0 ഇൻറ്റു ദിസ് അങ്ങനെ ടേമുകളുണ്ടാവും. യു ഹാവ് ലാംഡ ഇൻറ്റു ദിസ് അങ്ങനത്തെ ടേമുകളുണ്ടാവും. ഇവിടെ ദിസ് ഇൻറ്റു ദിസ് ഉണ്ടാവും. അങ്ങനെ യു ഹാവ് എ ലാർജ് നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, അപ്പോൾ അതിൽ എല്ലാറ്റിലും പലതിലും ചിലതിൽ ലാംഡ ഇല്ലാത്ത ടേമുകൾ ഉണ്ടാവും. ഓക്കെ, ചിലതിൽ ലാംഡ ഉള്ള ടേമുകളുണ്ടാവും, ചിലതിൽ ലാംഡ സ്ക്വയർ ഉള്ള ടേമുകളുണ്ടാവും. ഓക്കെ, so collecting the like powers of lambda. ഓക്കെ, അതായത് ലാംഡയുടെ പവറുകൾ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാറ്റിലും അതിൻ്റെ എക്സ്പാൻഷൻ കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആദ്യം പറ ലാംഡ ഈക്വൽ ടു 0 ആയിട്ടുള്ള ടേമുകൾ ഏതൊക്കെയുള്ളത് ഇതിൽ, അത് മാത്രം പറഞ്ഞാൽ മതി. ലാംഡ ഈക്വൽ ടു 0 ആയിട്ടുള്ള ടേം ആരുണ്ടാവാം? ആദ്യം ഈ മൾട്ടിപ്ലൈ ചെയ്ത ടേമിൽ ലാംഡ 0 ആയിരിക്കില്ല. h0 ഇൻറ്റു സൈ n 0 ലാംഡ 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ടേം h0 ഇൻറ്റു psi n0. ഓക്കെ, ഇത് ഇങ്ങനത്തെ ഒരു ടേം ഉണ്ടാവില്ല. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലാംഡ വരും. അപ്പോൾ അത് ടേമൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ആരുണ്ടാവും? ഈ en0 ഇൻറ്റു psi n0 ഉണ്ടാവും. ബാക്കി എല്ലാ ടേമിലും ആരുണ്ട്? ലാംഡയുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ഓർഡർ, ഐ മീൻ 0th ഓർഡർ ടേം, ലാംഡ ഈക്വൽ ടു 0 ആയിട്ടുള്ള ടേം. ഇത് ശരിക്കും ആരാണ്? ഇത് ആര് തന്നെയാണ്? ഇത് നമ്മുടെ അൺപെർട്ടർബിൾഡ് ഇക്വേഷനാണ് അല്ലേ? ഇവിടെ എഴുതിയിട്ടുള്ള അൺപെർട്ടർബിൾഡ് ഹാമിൽട്ടോണിയൻ്റെ ഇക്വേഷനാണ്. അതാണ് നമുക്ക് കിട്ടിയത്. സോ 0th ഓർഡർ ലാംഡ ഇക്വേഷൻ ഗിവിങ് യു എന്ത് തരും? നമുക്ക് ദി അൺപെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ്റെ ഐഗൻ വാല്യൂ ഇക്വേഷൻ തരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി നമ്മൾ ഇതേപോലെ കളക്ടിങ് ദി ലൈക്ക് പവേഴ്സ് ഓഫ് ലാംഡ റേസ് ടു 1 ചെയ്ത് നോക്കിയാൽ ലാംഡ, ഇപ്പോൾ ലാംഡ ഇല്ലാത്ത ടേമുകളാണ് എടുത്തത്. ഇനി ലാംഡ ഉള്ള ടേമുകൾ ഇക്വേറ്റ് എന്താ വരിക? ലാംഡ ഉള്ള ടേമുകളൊന്ന് ഇക്വേറ്റ് ചെയ്ത് ഇതേപോലെ ഒരു എക്സ്പ്രഷൻ എഴുതിയേ. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലാംഡയുള്ള ടേമുകൾ എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും? h0 ഇൻറ്റു ദിസ്. അപ്പോൾ ആദ്യത്തെ ടേമിൽ ഒരു h0 ഇൻറ്റു ലാംഡ സൈ n1 എന്നൊരു ടേം ഉണ്ടാവും. പ്ലസ് ഇത് ടേം ഉണ്ടാവും ലാംഡ h പ്രൈം ഇൻറ്റു സൈ n0 അല്ലേ? ലാംഡ h പ്രൈം ഇൻറ്റു സൈ n0 ടേം ഉണ്ടാവും ഇവിടെ. ബാക്കി എല്ലാ ടേമിലും ഇനി ഹയർ ദാൻ ലാംഡ വരും. ലാംഡ സ്ക്വയർ ലാംഡ ക്യൂബ് വരും. ഇവിടെ ആരുണ്ടാവുക? en0 ഇൻറ്റു ലാംഡ psi n1 plus lambda en1 into psi n0. ഇത്രയും ടേമുകൾ ആണ് കിട്ടുക ലാംഡ ഉള്ള ടേമുകൾ ഇക്വേറ്റ് ചെയ്താൽ. ഓക്കെ, സോ ഓഫ് കോഴ്സ് ദിസ് ഇസ് കോമൺലി ലാംഡ ഇസ് ദർ, സോ യു ക്യാൻ നെഗ്ലെക്ട് ദിസ് ലാംഡ. ഓക്കെ, അപ്പോൾ എന്താ കിട്ടിയേ? ഇങ്ങോട്ട് ഞാൻ എഴുതാം. ദാറ്റ് ഇസ് h0 ഇൻറ്റു psi n1 പ്ലസ് h prime into psi n0 equal to
En0 psi n1 plus En1 psi n0. ഓക്കെ, അടുത്ത പേജിലേക്ക് എടുക്കാം. ഇതാണ് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിന് വേണ്ടത്. നമുക്ക് ആരെ വേണ്ടത്? നമുക്ക് psi n1-നെയാണ് വേണ്ടത്. നമുക്ക് psi n1-നെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് യു ടേക്ക് ഈ ഇക്വേഷനെ എടുത്തിട്ട് ആ ഇക്വേഷനെ യു ടേക്ക് ദ ഇന്നർ പ്രോഡക്റ്റ് വിത്ത് psi n0. ഇക്വേഷൻ എടുക്കാം. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. we need to find this En1 എനർജി, ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എനർജിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം ആദ്യം. ഓക്കെ, കാരണം നമ്മളിവിടെ പറഞ്ഞു ഇവിടെ കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ഇത് കണ്ടുപിടിക്കണം, എക്സെട്ര. ഇവിടെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കണം, എക്സെട്ര. ഓക്കെ, സോ നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ കണ്ടുപിടിക്കുള്ളൂ. അതിൽ ഒന്ന് ദിസ് En1, പിന്നെ ഒന്ന് En2 ആൻഡ് ദിസ് psi n1. ഓക്കെ, അതിൽ ആദ്യത്തെ En1-ൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ En1 കിട്ടാൻ എന്ത് ചെയ്യണം? യു ടേക്ക് ടു ഫൈൻഡ് ദിസ് En1, ടേക്ക് ദ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഇക്വേഷൻ 1 വിത്ത് psi n0. ഒരു ബ്രാ വെക്റ്റർ psi n0 ഉണ്ട്, അതിന് ഇന്നർ പ്രോഡക്റ്റ് എടുക്കാം. നോക്കി നോക്കാം എന്താ വരിക. ആദ്യം യു ഹാവ് എ psi n0. ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ യു ഹാവ് h0 psi n1 പ്ലസ് ഇവിടെ ഇന്നർ പ്രോഡക്റ്റ് എടുക്കാം, ദാറ്റ് ഈസ് psi n0. യു ഹാവ് h പ്രൈം psi n0 is equal to, ഇവിടെ എന്താ ഉള്ളത്? there is again you have a psi n0. Here it is En0 psi n1. Okay, then last term ആണുള്ളത് പ്ലസ് psi n0. you have En1 psi n0. ഓക്കെ, ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? h0 എന്ന് പറയുന്നത് ഹെർമീഷ്യനാണ് എന്ന് നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടില്ല. ബിക്കോസ് h0 is Hermitian, otherwise this cannot be exactly solved. h0 is Hermitian. h0 ഹെർമീഷ്യൻ ആണ്. ഓക്കെ, h0 ഹെർമീഷ്യൻ ആയതുകൊണ്ട് h0ക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടും ആക്ട് ചെയ്യാം, ഇങ്ങോട്ടും ആക്ട് ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡിലേക്ക് ആക്ട് ചെയ്യാം. നോക്കൂ, h0ക്ക് psi n0യുടെ മുകളിൽ ആക്ട് ചെയ്ത് എന്താ കിട്ടാം? ലെഫ്റ്റിലേക്ക്. ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യാൻ പറ്റില്ല, ഇത് ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ അല്ല. h0 can act on this, so you will get En0 അല്ലേ? അതായത് ഈ എഴുതിയ ഒരു എക്സ്പ്രഷൻ്റെ നേരെ തിരിച്ചുള്ള എക്സ്പ്രഷൻ പോസിബിൾ ആണ്. ദാറ്റ് ഈസ് h0 ആക്ടിങ് ഓൺ h0 acting on psi n0, which is equal to psi n0 En0. ഇങ്ങനെ തിരിച്ചു എഴുതാം. ബിക്കോസ് En0 is real, h0 is Hermitian. This doesn't matter. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ വരിക? h0 ആക്ടിങ് ഓൺ psi n0 ചെയ്താണെങ്കിൽ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് En0. ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ളത് psi n0 psi n1. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യാൻ പറ്റും? h പ്രൈം psi n0 psi n0 ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് അങ്ങനെ തന്നെ എഴുതാം. psi n0 h പ്രൈം psi n0 is equal to, ഇവിടെ എന്താ ഉള്ളത്? En0 is just a number.
അത് ഓപ്പറേറ്റർ അല്ല. സോ യു ക്യാൻ പുൾ ഔട്ട് ദിസ് EN0. EN0 പുറത്തേക്ക് എടുക്കാം. EN0 പുറത്തേക്ക് എടുത്താൽ എന്താ വരിക? EN0 into psi n0 psi n1. ഓക്കെ, പ്ലസ് ഒരു ടേം കൂടിയുണ്ട്. ഇതാരാണ്? ഇവിടെയും EN1 പുറത്തേക്ക് എടുക്കാം. EN1 ഇസ് ജസ്റ്റ് എ നമ്പർ. EN1 കഴിഞ്ഞ പിന്നെ ആരാ അവിടെ ഉള്ളത്? യു ഹാവ് എ psi n0 psi n0. ഓക്കെ, സോ യു ഹാവ് ഓൾറെഡി 4 ടേംസ്. നമുക്ക് ഫസ്റ്റ് ടേം നോക്കുക എന്താണ്? EN0 into psi n0 psi n1. ഇവിടെയുണ്ട് EN0 into psi n0 psi n1. സോ ദാറ്റ് ടേംസ് വിൽ ക്യാൻസൽ. ഓക്കെ, ഇവിടെ ആരുള്ളത്? psi n0 h prime psi n0 ഈക്വൽ ടു EN1 into psi n0 psi n0. ഇതിൻ്റെ വാല്യൂ എത്രയാണോ? psi n0 psi n0 അത് പഴയ അൺപെർട്ടർബിളിൻ്റെ ആണ്. psi n0 psi n0 ഇന്നർ പ്രൊഡക്റ്റ് വാല്യൂ എത്രയായിരിക്കും? 1. Okay, so this becomes 1. So we got the answer. നമുക്ക് വേണ്ടത് EN1 ആയിരുന്നു. So EN1 is equal to expectation value of psi n0 h prime psi n0. ഇതാണ് നമ്മൾ ആദ്യം നിന്ന് പഠിച്ച സാധനം. ഓക്കെ, അതായത് ഫസ്റ്റ് ഓർഡർ എനർജി കറക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ എനർജി കറക്ഷൻ എന്ന് പറയുന്നത് ദി എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ദി പെർട്ടർബേഷൻ, which is the expectation value of the perturbation in the ഈ സ്റ്റേറ്റുകളുടെ പേരെന്താ? ദിസ് ഈസ് ദി അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റ്സ്. ഇൻ ദി അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. ദിസ് ഈസ് ദി ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി which is equal to the expectation value of the perturbation. H prime ആരാണ്? നമ്മുടെ പെർട്ടർബേഷൻ ആണ്. psi n0 ആരാണ്? നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അത് വെച്ചിട്ട് എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിച്ച് ആരെ കിട്ടും? EN1 കിട്ടും. ഇനി ഇവിടുത്തെ ഈ എന്നിന് പ്രസക്തിയുണ്ട്. n എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് നടക്കുക. അപ്പോൾ ഇവിടെ n എന്ത് കൊടുക്കാം? n ഈക്വൽ ടു 0 കൊടുക്കുകയാണെങ്കിൽ ഇതും എന്തായിരിക്കും? ഇവിടുത്തെ n ഉം 0 ആയിരിക്കും, ഇവിടുത്തെ n ഉം 0 ആയിരിക്കും. അതല്ല 1 കൊടുക്കണമെങ്കിൽ ഈ n എന്ത് കൊടുക്കുക? n ഈക്വൽ ടു 1 കൊടുക്കുക. അപ്പോൾ എന്തായി? ഇത് n ഈക്വൽ ടു 1 ആയി, ഇതും എന്തായി? n ഈക്വൽ ടു 1 ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ വിളിക്കുക അത് ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം? ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ ആയിരിക്കണം. n ഈക്വൽ ടു 1ൻ്റെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്ന വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം? n ഈക്വൽ ടു 1ൻ്റെ ആയിരിക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ലെസൺ പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ. ഇതുപോലെ നമ്മൾ നാളെ എന്ത് ചെയ്യും? അടുത്ത ദിവസം നമ്മൾ സെക്കൻഡ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി കണ്ടുപിടിക്കും, ഫസ്റ്റ് ഓർഡർ കറക്ഷൻ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കും, ഇതിൻ്റെ പ്രോബ്ലം ചെയ്യും. ഓക്കെ, ഇത്രയാണ് എന്തിലുള്ളൂ? പെർട്ടർബേഷൻ തിയറിയിലുള്ളൂ. നോൺ ഡീജനറേറ്റ് പെർട്ടർബേഷൻ തിയറിയിലുള്ളൂ. എസ്പെഷ്യലി യു വിൽ ഡിസ്കസ് ഡീജനറേറ്റ് പെർട്ടർബേഷൻ തിയറി ലേറ്റർ. എന്തുകൊണ്ടാണ് ഡീജനറേറ്റ് നോൺ ഡീജനറേറ്റ് രണ്ട് പെർട്ടർബേഷൻ തിയറി എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം പറയാം. ഓക്കെ, സോ ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. കാരണം നിങ്ങൾക്ക് അടുത്ത 11 മണിക്ക് വീണ്ടും ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നിർത്തുന്നു. ഇതിൻ്റെ ഞാൻ വീഡിയോ ഇടാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ടാമത് കണ്ടു നോക്കാം, നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഈ പറഞ്ഞതിൽ ഇനിയൊന്നും അത് ഡ്രോപ്പ് ചെയ്ത് വെക്കട്ടെ, നിർത്തട്ടെ. Nah,